എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കാറുള്ളതും എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പംകിൻ ഉണ്ടല്ലോ, നമ്മുടെ മത്തങ്ങ ഉഗാണ്ടക്കാരെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ കൂട്ടി ഇവർ കറി വെക്കുവോ അവിയലിടുവോ സാമ്പാറിലിടുവോ ഒന്നും ചെയ്യത്തില്ല, എരിശ്ശേരിയോ ഒന്നും വെക്കത്തില്ല. ഇവർ എരിവും ഉപ്പും ഒന്നും ചേർക്കാതെ ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇത് എല്ലാ സമയവും 12 മാസവും കിട്ടുന്ന ഒരു സാധനമാണ് പംകിൻ. നമ്മുടെ നാട്ടിലെ പോലെ ആണെങ്കിൽ പോലും 2 ടൈപ്പിൽ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഒരു പച്ച കളറുണ്ടല്ലോ, പിന്നെ ഒരു തരം ഡിസൈൻ ഉള്ളതുപോലെ ആ സൈസൊക്കെ ഇവിടെ കിട്ടും. 2-3 ടൈപ്പിൽ കാണാനുണ്ട്. അപ്പോൾ ഇവരിത് ചെയ്യുന്നതൊക്കെ വാഴയുടെ ഇല ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ആ തണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്താണ് ഇവരിത് പുഴുങ്ങി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ സൊമാലിയക്കാരുടെയും ഉഗാണ്ടൻസിൻ്റെയും ഒക്കെ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാലും ഇന്ത്യൻ ഹോട്ടലുകളിലാണെങ്കിലും ഉഗാണ്ടൻ ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിനകത്ത് ഇത് പംകിൻ നമ്മുടെ മത്തങ്ങ പുഴുങ്ങിയതുണ്ടാകും. ആദ്യമൊന്നും ഞാനിത് കഴിക്കത്തില്ലായിരുന്നു, എനിക്കിത് ഇഷ്ടമല്ല കാണുന്നത് തന്നെ. പക്ഷേ നല്ല ടേസ്റ്റാണിത്, പ്രത്യേകിച്ചും നല്ല മധുരമാണ് ഇവിടുത്തെ പംകിന്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ആവിയിൽ കയറ്റിയാണ് പുഴുങ്ങുന്നത്. അടിയിൽ മാത്രം വെള്ളം ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പും നാരും ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് മുകളിലോട്ട് വെള്ളം കയറത്തില്ല. അപ്പം ഇതുപോലെ ആക്കി വെച്ചിട്ടാണ് ഇവർ മത്തങ്ങ മുറിച്ചെടുക്കുന്നത്. ആദ്യം ഇവർ ചെയ്യുന്ന ജോലി ഇതാണ്. അപ്പം ഇവർ രണ്ടും കൂടെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവളത് മുറിച്ചെടുക്കും. ഇതിൻ്റെ കളർ ദേ ഇങ്ങനെയാണ്. ഇത് വാങ്ങിച്ചതാണ്, ഇവിടെ പിടിച്ചതാണ് തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് വലിപ്പം ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിത് ഒരുപാട് കളറൊന്നും കാണത്തില്ല എന്ന്. അപ്പോൾ ഇതിന് ഭയങ്കര കളറാണ്. ഇത് ചെറുതിൽ തന്നെ വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ പഴുത്ത് കഴിഞ്ഞ് വാങ്ങിക്കത്തില്ലേ, ആ ഒരു കളറിലാണ് ഇത് കിട്ടുന്നത്. ഇവർ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. പക്ഷേ നമുക്ക് അത്രയൊന്നും തിന്നാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാ സാധനങ്ങളും ഇതുപോലെ കപ്പയാണേലും പിന്നെ കാച്ചിൽ, ചേമ്പ്, എല്ലാ സാധനവും ഇവർ ഇതുപോലെയാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇവരൊരിക്കലും വെള്ളത്തിനകത്തേക്കിട്ട് ഇവർ പുഴുങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറത്തില്ല. അപ്പോൾ ഏത്തയ്ക്ക പുഴുങ്ങുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ അവർ ഇതുപോലെ വാഴയുടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇതിനകത്ത് വെച്ച് ആണ് ഏത്തക്ക പുഴുങ്ങുന്നത്. അപ്പോൾ ശരിക്കും അവിയൽ വേവിച്ചാൽ പോലും വെള്ളം നനവ് ഉണ്ടാകും, ഇതൊട്ടും തന്നെ വെള്ളം നനവ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവർ ഇതിനകത്തേക്ക് ഈ കുക്കറിനകത്തേക്ക് തന്നെ വെക്കും. കുക്കറിനകത്ത് വെക്കണ്ടെന്ന് പറഞ്ഞതാണ്, പക്ഷേ കുക്കറിനകത്ത് അല്ലെങ്കിൽ പിന്നെ കുറേ സമയം വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരിതുപോലെ ഇത് മുറിച്ചെടുക്കും. ഇവർ സാധാരണ വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നത്. അപ്പം നമുക്കത്രയും വലിയ കഷ്ണമല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ കറി വെക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് മതിരിക്കും. ഇത് കുറേ മുളകൊക്കെ ചേർത്തെങ്കിൽ ഇതിൻ്റെ ഒരു മധുരം മാറി കിട്ടുകയുള്ളൂ. എരിശ്ശേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ നല്ല മധുരമാണ് ഇതിന്. പിന്നെ കാന്താരി മുളകുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാന്താരി അരച്ചാണ് ഇത് വെക്കുന്നത്, അല്ലാതെ കൊള്ളത്തില്ല, ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇവനാണ് ഇതൊക്കെ പറിച്ച് കൊണ്ടുവരുന്നത്. ഇവന് ഫോട്ടോ എടുക്കാനൊക്കെ ആയാലും ഇവിടെ നിന്ന് ജോലി ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്താലും ഓടി വരും. അമ്മയുടെ കയ്യിലെടുക്കുന്ന കണ്ട അവന് ഓടി വരും. പക്ഷേ ഇവളങ്ങനെയല്ല, പെണ്ണുങ്ങൾ അത്ര ഇതല്ല, ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഇവർ ഇതിനകത്ത് അടുക്കി വെക്കും. ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഉപ്പൊന്നും ഇടത്തില്ല കേട്ടോ, ഉപ്പൊന്നും വേണ്ട. ഇതിന് നല്ല മധുരമാണല്ലോ. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി തിന്നുന്നത് പോലെ അങ്ങനെയാണ് തോന്നിയത്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇവർ ഈ ഇല കൊണ്ട് തന്നെ അങ്ങോട്ട് കവർ ചെയ്യും. കവർ ചെയ്ത് കഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ. ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ഒന്നും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒട്ടും തന്നെ കയറത്തില്ല. അടിയിൽ ഈ വാഴയുടെ ആ തണ്ടിട്ടേക്കുമല്ലേ, ആ തണ്ടിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വള്ളി പോലത്തെ സാധനമൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ആകെ കുറച്ച് വെള്ളം മാത്രമേ അവരത് ഒഴിക്കുകയുള്ളൂ. ആ അങ്ങ് നികന്ന് കിടക്കത്തക്ക വെള്ളം. നമ്മളത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പോലും വെള്ളം അടിയിൽ ഒരു ശകലേ കാണത്തുള്ളൂ. അത് തിളച്ച് ആവി കയറാൻ മാത്രമുള്ള വെള്ളം. കാണിച്ചിട്ട് കാണാനില്ല, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പം ഞാനിത് ഒരു വിസിൽ വന്നില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ എടുത്തായിരുന്നു. ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഓഫ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരുപാടങ്ങ് സോഫ്റ്റായി പോകുമല്ലോ എന്നോർത്തിട്ട്. പക്ഷേ ഇത് മുളകും കൂടെ ചേർത്ത് തിന്നാനാണെങ്കിൽ ഈ മധുരവും ഈ കുറച്ച് മുളക് ഉടച്ചതും കൂടെ ചേർത്ത് തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വാഴയിലയ്ക്കകത്ത് വാഴയില ഇങ്ങനെ അങ്ങോട്ട് തുറന്നെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ മത്തങ്ങയുടെ സ്മെല്ല്, മത്തങ്ങ കറി വെക്കാൻ നമ്മൾ വേവിക്കുകയല്ലേ, ആ ഒരു സ്മെല്ലൊന്നും അല്ല വരുന്നത്, ഈ വാഴയിലയുടെ സ്മെല്ലാണ് വരുന്നത്.
ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരിത് ഫോർക്കോ സ്പൂണോ കൊണ്ടിങ്ങനെ വടിച്ചെടുത്തിട്ട് ആ ഒരു സ്കിന്ന് മാത്രം ഒരു പേപ്പർ കനത്തിലാണ് ഇവർ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല. ഞാനത് കുറച്ച് നടുക്കത്തെ മാത്രം കുറേ ഒക്കെ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്. ഇവർ നല്ല നീറ്റായിട്ട് അത് ആ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കും. ഇങ്ങനെ തൊടുമ്പോഴേ കണ്ട ഇങ്ങനെ ഇളകിപ്പോരും, ഇതുപോലെയാകും. ഒരു വിസിൽ വന്നില്ല, അതിന് മുമ്പേ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവർ മത്തങ്ങ പുഴുങ്ങി കഴിക്കുന്നത്. വേറെ ഒരു തരത്തിലും കഴിക്കില്ല. ഇതിങ്ങനെ പുഴുങ്ങി മാത്രമേ ഇവർ കഴിക്കുകയുള്ളൂ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉപ്പോ എരിവോ ഒന്നും ചേർക്കാതെ ഇങ്ങനെ പുഴുങ്ങിയാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ പംകിൻ കണ്ടു കഴിഞ്ഞാൽ ഇവർ വാങ്ങിക്കുമ്പോഴേ നമ്മൾ ഓർത്തണം ഇവർ ഇതിന് മാത്രമാണ്. എരിശ്ശേരിയൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തിപ്പം നമ്മളെ ക്യാൻറ്റീനിലൊക്കെ ഇവർ നന്നായിട്ട് എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ പുഴുങ്ങി കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ